ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ്. IPMAT എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റും അതോടൊപ്പം തന്നെ രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ചിലപ്പോൾ പലരും ചോദിക്കുന്നുണ്ടാവും, സാർ എന്താണ് ഈ IPMAT എക്സാം? അപ്പോൾ IPMAT എക്സാം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം IPM എന്താണെന്ന് അറിയണം. നമ്മുടെ ഇന്ത്യയിൽ IIT-കൾ പോലെ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIM അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ അവർ നടത്തുന്ന 5 years ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് ഈ പറഞ്ഞ IPM അഥവാ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ്. ഈ ബിസിനസ് റിലേറ്റഡ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് മേഖലകളിൽ സ്റ്റഡി ചെയ്യാൻ അഥവാ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ IPM എന്ന് പറഞ്ഞ കോഴ്സ്. ഈ കോഴ്സിൽ 3 വർഷത്തെ UG കോഴ്സും അതോടൊപ്പം തന്നെ 2 വർഷത്തെ PG അഥവാ MBA ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. സാധാരണഗതിയിൽ ഡിഗ്രി നാട്ടിലെവിടെയെങ്കിലും പഠിച്ചിട്ട് കുട്ടികൾ പിന്നെ CAT എക്സാം എഴുതിയിട്ട് MBA പഠിക്കാൻ വേണ്ടി IIM-ൽ പോകാറാണ് പതിവ്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ IPM എന്ന് പറഞ്ഞ കോഴ്സിലൂടെ നമുക്ക് കിട്ടുന്നത്. അഥവാ ഡിഗ്രി മുതലേ നമുക്ക് ഇവിടെ പഠിക്കാം, പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടായ IIM-ൽ പഠിക്കാം. നമുക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് നമുക്ക് ഫ്യൂച്ചർ നമ്മുടെ കരിയറിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയാണ് ഇവിടെ അഡ്മിഷൻ നടത്തുക? അപ്പോൾ അതിനുള്ള എക്സാമാണ് ഈ പറഞ്ഞ IPMAT. ആക്ച്വലി 5ഓളം IIM-കളാണ് IPM എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തുന്നത്. ഏതൊക്കെയാണ്? IIM ഇൻഡോർ, IIM റോത്താക്ക്, IIM റാഞ്ചി, അതോടൊപ്പം തന്നെ IIM ബോധ്ഗയ, അതേപോലെ തന്നെ IIM ജമ്മു. അപ്പൊ അതിൽ IIM ഇൻഡോറും IIM റോത്താക്കുമാണ് IPMAT ഇൻഡിപെൻഡന്റ് ആയിട്ട് നടത്തുന്നത്. IIM റാഞ്ചി ആണെങ്കിൽ IIM ഇൻഡോറിന്റെ സ്കോർ അഥവാ IIM ഇൻഡോർ നടത്തിയ IPMAT എക്സാമിന്റെ സ്കോർ ഉപയോഗിച്ചിട്ടാണ് അവിടെ അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ IIM ബോധ്ഗയ ആൻഡ് IIM ജമ്മു ഇവർ രണ്ടുപേരും ഒരുമിച്ചിട്ട് JIPMAT എന്ന് പറഞ്ഞ എക്സാമാണ് നടത്തുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ പറഞ്ഞ എക്സാമിനെ കുറിച്ചിട്ടുള്ള നിങ്ങൾക്ക് തരാനുള്ള ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ IPM പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത കോളേജാണ് ഈ പറഞ്ഞ IIM ഇൻഡോർ എന്ന് പറഞ്ഞ കോളേജ്. ഓക്കെ, അപ്പോൾ ഈ കോളേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ, അതായത് പ്രധാനപ്പെട്ട 3 ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഉള്ള കോളേജാണ് ഈ പറഞ്ഞ IIM ഇൻഡോർ അഥവാ AMBA നമ്മൾ അംബ എന്ന് പറയും. അതോടൊപ്പം തന്നെ AACSB, അതേപോലെ തന്നെ EQIS. ഓക്കെ, അപ്പോൾ ഇത്രയും 3 പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഉള്ള കോളേജാണ് ഈ പറഞ്ഞ IIM ഇൻഡോർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പിന്നെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോൾ മുതൽ അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ഫെബ്രുവരി 14 മുതൽ മാർച്ച് 26 വരെ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? മെയ് 23-നാണ് എക്സാം നടക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 36 സിറ്റീസിലാണ് ഈ IIM ഇൻഡോറിൻ്റെ എൻട്രൻസ് എക്സാമായ IPMAT നടക്കുന്നത്. അപ്പോൾ ഈ 36 സിറ്റീസിൽ കേരളത്തിലെ സിറ്റീസും ഉൾപ്പെടും. പിന്നെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IIM ഇൻഡോർ നടന്ന എക്സാം 3 സെഷനായിട്ടാണ് നടക്കുന്നത്. അതിൽ 2 സെഷൻ ഫോർ ക്വാളിറ്റീവ് എബിലിറ്റി ടെസ്റ്റിംഗ്, അതോടൊപ്പം തന്നെ വെർബൽ എബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സെഷൻ. അങ്ങനെയാണ് ഇതിൻ്റെ എക്സാം നടത്തുന്നത്. അതിൽ ചില കാറ്റഗറിക്ക് എന്തുണ്ട്? റിലാക്സേഷൻ ഉണ്ട്. 5 year റിലാക്സേഷൻ. ഏതൊക്കെയാണ് കാറ്റഗറി? SC/ST, അതോടൊപ്പം തന്നെ PWD കാറ്റഗറി. ഇവർക്ക് 5 years ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ക്വാളിഫയിങ് എക്സാമിനേഷൻ അത് +2 ഓർ ഇക്വാലൻ്റ് ആണ്. അത് 2022 അല്ലെങ്കിൽ 2023 ഓർ 2024 അപ്പിയർ ചെയ്യുന്ന കുട്ടികൾക്കും ഈ പറഞ്ഞ എക്സാമിന് എലിജിബിൾ ആണ്. അപ്പോൾ 2024 അപ്പിയർ ചെയ്യാന്ന് പറഞ്ഞാൽ ജൂലൈ 31 മുമ്പ് എക്സാം അപ്പിയർ ചെയ്യുന്ന കുട്ടികൾക്കാണ്. 2024 ജൂലൈ 31 മുമ്പ് എക്സാം അപ്പിയർ ചെയ്യുന്ന കുട്ടികൾക്കാണ് ഇതിന് എലിജിബിലിറ്റി ഉള്ളത്. മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് IPM-നെ കുറിച്ചും അതോടൊപ്പം തന്നെ അതിൻ്റെ എൻട്രൻസ് എക്സാമായ IPMAT-നെ കുറിച്ചും നമുക്ക് വളരെ ചുരുക്കി വളരെ ഷോർട്ടാക്കിയിട്ട് പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ബിസിനസ് സ്റ്റഡീസ് അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് മേഖലകളിലാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾ UG സാധാരണ പോലെ ചെയ്തിട്ട് പിന്നീട് MBA IIM-ലേക്ക് ട്രൈ ചെയ്യുന്നതിന് പകരം ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗിക്കുക. IPM-ലൂടെ നിങ്ങൾക്ക് ഡിഗ്രിയും അതോടൊപ്പം തന്നെ PG-യും രണ്ടും IIM-ൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. വരും അപ്ഡേറ്റ്സുകൾ നമ്മുടെ ചാനലിൽ തരുന്നതായിരിക്കും. സോ ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കാം. കാണാം.